ലാലേട്ടനോടൊപ്പമുള്ള ഫോട്ടോഷൂട്ട് ഇപ്പോഴും തുടരുകയാണ്. നമുക്കറിയാം 11:30 മണിക്ക് തുടങ്ങിയ ഫോട്ടോഷൂട്ട് ഇപ്പോൾ 10 ജില്ലയിലേക്ക് എത്തി നിൽക്കുന്നു. ഇപ്പോൾ സമയം 5 മണിയിൽ 4:45 ഇത്രയും സമയം വരെ ലാലേട്ടനുമായുള്ള ഫോട്ടോഷൂട്ട് തുടരുന്നു. ഇപ്പോൾ 3800 പേരോളം ഫോട്ടോ എടുത്തു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി കിട്ടിയിരിക്കുന്ന കണക്ക്. 3800ഓളം പേർ ഇപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ള 4 ജില്ലകളാണ് ഇനി തുടരാനുള്ള. 4 ജില്ലകൾക്കുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഈ ഫോട്ടോഷൂട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന ഇടുക്കി ജില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. നമുക്ക് അതേപടി തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഫോട്ടോഷൂട്ട് തുടർന്നു. അത് ഗംഭീരമായിട്ട് തന്നെ ലാലേട്ടൻ ഒരു മടിയും കൂടാതെ രാവിലെ 11:30 മണിക്ക് തുടങ്ങിയ ഫോട്ടോഷൂട്ട് ഇപ്പോൾ 4:45 5 മണിയിലേക്ക് എത്തുന്നു. ഞാൻ പറയുന്ന സമയത്ത് 4:45 ഇനിയും നിരവധി ആളുകൾ ഫോട്ടോഷൂട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയ കണക്കനുസരിച്ച് 3800 പേര് ഓൾറെഡി ഫോട്ടോ എടുത്തു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് കിട്ടിയിരിക്കുന്ന കണക്ക്. ഇനി മറ്റുള്ളവരും കൂടെ എടുക്കാനുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 6000-ന് മുകളിലേക്ക് സംഖ്യ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നും കിട്ടിയിരിക്കുന്ന വിവരം. എന്തായാലും കൃത്യമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് കൃത്യമായ ചട്ടവട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഫോട്ടോഷൂട്ട് എടുക്കുന്നത്. എന്തായാലും ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നിൽപ്പ് ഇത് ആദ്യമായിട്ടായിരിക്കും. ഷൂട്ടിംഗ് സ്ഥലത്ത് പോയാലും പിന്നീട് ക്യാരമാലിൽ വിശ്രമം എല്ലാം ഉണ്ടെങ്കിലും ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂറോളം ലഞ്ച് ബ്രേക്കിനുള്ള സമയം മാത്രമാണ് കണ്ടെത്തി. അതിനുശേഷമാണ് ഇപ്പോഴും ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫോട്ടോ എടുത്ത് രാവിലെ തൊട്ട് കാത്തിരുന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അവരിപ്പോൾ ഈ ക്യൂ നിന്നിട്ട് ഇപ്പോൾ ഫോട്ടോ എടുത്ത് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ചോദിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിക്കുമെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് പോകുന്നവർക്ക് ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം വലുതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഫോട്ടോ എടുത്ത് പോകുന്ന 1-2 ആളുകളോടുകൂടി നമ്മൾ രാവിലെ ചോദിച്ച പോലെ 1-2 ആളുകളോടും കൂടി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഫോട്ടോ എടുത്ത് വരുന്ന ആളുകളുടെ അടുത്ത് ഇപ്പോൾ പെൺകുട്ടികൾ ഉൾപ്പെടെ ഫോട്ടോ എടുത്ത് വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഫോട്ടോഷൂട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതിന് 3800ഓളം ആളുകൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അതിനപ്പുറത്തേക്കുള്ള ആൾ 10 ജില്ല കഴിഞ്ഞിരിക്കുന്നു. ഇനി 4 ജില്ലയിലെ ആളുകളും കൂടെ ഫോട്ടോ എടുക്കാറുണ്ടെന്ന് ഔദ്യോഗികമായുള്ള കണക്ക് നമുക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും മണിക്കൂറോളം കാത്തി നിന്നിട്ട് ഫോട്ടോ എടുത്തല്ലോ. ഏത് ഇടുക്കി തൊടുപുഴ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അല്ലേ? ഫോട്ടോ എടുത്തോ? എത്ര സമയമായി വന്ന് നിൽക്കുന്നത്? കുറച്ചായി. എന്ത് തോന്നി ഫോട്ടോ എടുത്തപ്പോൾ? നല്ലായിരുന്നു. ഫോട്ടോ എടുത്തോ? വേണ്ടി തന്നെ വന്നതല്ലേ? അല്ലേ? ആദ്യമായിട്ടാണോ ലാലേട്ടനോട്? സന്തോഷമായി അല്ലേ? സന്തോഷം. ഇത് തന്നെയാണ് ആളുകൾക്ക് പറയാനുള്ളത്. നല്ല സന്തോഷം. ചേച്ചി എന്ത് പറയുന്നു? സന്തോഷം. ആദ്യമായിട്ടല്ല ഫോട്ടോ എടുക്കുന്നത് അല്ലേ? ഫോട്ടോ എടുത്തപ്പോൾ എന്തോ കൈ വറയ്ക്കുന്നു. ഫോട്ടോ എടുത്തില്ലേ? നമസ്കാരം. ഇതാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും കുട്ടികൾ മുതിർന്നവർ വരെ വന്ന് ലാലേട്ടനോടൊപ്പം ഫോട്ടോ എടുത്തിട്ട് മടങ്ങുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം വലുതാണ്. ആ സന്തോഷത്തിനൊപ്പം ലാലേട്ടൻ, ഞാൻ പറഞ്ഞു 11:30 മണിക്ക് ലാലേട്ടൻ എത്തി. ഇപ്പോൾ 5 മണിയിലേക്ക് എത്തുമ്പോഴും ലാലേട്ടൻ ഒരേപോലെ തന്നെ നിന്നുകൊണ്ട് തന്നെ ഇവരോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ആ രാജാവ് ഇവരോടൊപ്പം തന്നെ നിൽക്കുന്നു എന്നാണ് ഏറ്റവും വലിയ സന്തോഷത്തോട് പറയാൻ. ലാലേട്ടൻ്റെ കൈയൊക്കെ നമ്മൾ നോക്കിയപ്പോൾ ചുമന്നിരിക്കുകയാണ് കൈ. കാരണം അത്രയും പേരെ കൈ കൊടുത്ത് തന്നെയാണ് ലാലേട്ടൻ ചേർത്ത് പിടിച്ചുള്ള ഫോട്ടോ എടുക്കുന്നത്. എന്തായാലും കിരീടവും ചെങ്കോലും ഇല്ലാത്ത രാജാവ് ഇന്നും രാജാവായി തന്നെ വാഴുന്നതിൻ്റെ ഏറ്റവും ഉള്ള ഉദാഹരണമാണ്, ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഈ ഫോട്ടോഷൂട്ടോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും നേര് സിനിമ റിലീസിന് ഒതുങ്ങുകയാണ്. അതൊന്നും കൂടെ ഓർമ്മപ്പെടുത്തുക. നിങ്ങളെല്ലാവരും ആ സിനിമ കാണാനുള്ള കാര്യങ്ങൾ മറക്കരുത്. ഇന്ന് ലാലേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ സ്നേഹിക്കുന്ന അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് ലാലേട്ടൻ വന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോഴും ഫോട്ടോഷൂട്ട് തുടരുകയാണ്. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, India's #1 language academy.